ഹായ്, നല്ല മഴയാണല്ലോ ഇപ്പോൾ. മഴ സീസൺ വന്നതോടുകൂടി നമ്മുടെ ചക്കയുടെ സീസണും കഴിയാറായി വരികയാണ്. അപ്പം നമ്മുടെ ചക്ക പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു ചക്കയുടെ മുറുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്ന് ചക്കമുറുക്ക് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി പച്ചച്ചക്ക എടുത്ത് നമ്മൾ കുറച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പച്ചച്ചക്ക നമ്മൾ ആവി കയറ്റി ഉപ്പ് ഒഴിച്ച് അപ്പച്ചമ്പിനകത്ത് വെച്ച് ആവി കയറ്റുക. അതിനുശേഷം അത് നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ചുമന്ന ഉള്ളി, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും നമ്മൾ നന്നായിട്ട് മിക്സിക്കകത്ത് അടിച്ച് ചേർക്കുക. നല്ലവണ്ണം നല്ല പേസ്റ്റ് പോലെ അതും അരച്ച് ചേർക്കുക. അതിനുശേഷം നമ്മുടെ ഇച്ചിരി ജീരകവും ഇച്ചിരി നമ്മുടെ കായപ്പൊടി, ഞാൻ കട്ടക്കായമാണ് ചേർക്കുന്നത്, അതും നമുക്ക് ഇതിനകത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉപ്പ് വേണ്ടവർക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ശകലം മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം. അത്രയും നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം എല്ലാം കൂടെ കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വറുത്ത അരിപ്പൊടി നമ്മൾ ഇടുക. വറുത്ത അരിപ്പൊടി ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക. കാരണം അത് നമ്മൾ ചപ്പാത്തിയുടെ ഒരു പരുവത്തിലേക്ക് അതിനെ കുഴച്ച് കൊണ്ടുവരണം. അത്രയും നേരത്തേക്ക് നമുക്ക് ഈ പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് നല്ലതായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പശയുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഒന്ന് കഴുകിയാൽ മതി, പെട്ടെന്ന് പൊക്കോളും. അതിനുശേഷം നമ്മൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പ് വെക്കുക, എണ്ണ ഒഴിക്കുക, സേവനാഴി എടുക്കുക, അതിനകത്ത് മുറുക്കിൻ്റെ ചില്ലിടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനകത്ത് ഇത് ചേർത്ത് നമ്മൾ കറക്കുക. നല്ല ചക്കമുറുക്ക് റെഡി.